വൈഗ ഡാം പാർട്ട് 1-ൽ നമ്മൾ ഡാമും പവർ ഹൗസും താഴെയുള്ള പാർക്കുമൊക്കെ കണ്ട് തിരികെ വന്ന് ഡാമിന്റെ ഇടതുഭാഗത്തുകൂടി മുകളിലേക്ക് കയറുന്ന പടിക്കെട്ടുകളിലെത്തി നിൽക്കുകയായിരുന്നു. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. നേരിയ ഒരു നൂൽമഴ ചാറുന്നുമുണ്ട്. ഡാമിന്റെ മുകളിലേക്ക് ഇരുഭാഗത്തുമുള്ള നടകളും കയറ്റവുമൊക്കെ ഒരുപോലെ തന്നെയാണ്. നമ്മൾ മുകളിലെത്തിയിരിക്കുന്നു. സ്പിൽവേ ഒക്കെയുള്ള ഭാഗമാണ് ആ കാണുന്നത്. അണക്കെട്ടിന്റെ ഈ സൈഡിൽ ജലാശയത്തിലേക്ക് ഇറങ്ങാൻ ഒരു നടവഴിയുണ്ട്. എന്നാൽ ഇത് അനുവദനീയമല്ല. ഡാമിന്റെ ഏറ്റവും ആഴമുള്ള ഭാഗങ്ങളിൽ ഒന്നാണിത്. വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ 71 അടി ആഴം വരും. ഇവിടെയെങ്ങും യാതൊരുവിധ റെസ്ക്യൂ സംവിധാനങ്ങളുമില്ല. വരുന്ന ആരും തന്നെ ഇതിൽ ഇറങ്ങാൻ ശ്രമിക്കരുത്. ഇവരൊക്കെ ഇങ്ങനെ മതിലിൽ കയറിയിരിക്കുന്നത് താഴെ ജലാശയത്തിലേക്ക് ചെരിഞ്ഞതും ചതുരക്കല്ലുകൾ പാകി നിർത്തിയതുമായ പ്രതലം ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ്. ഫോട്ടോ എടുത്തു തകർക്കുകയാണ്. ഇതിങ്ങനെ അങ്ങ് നേരെ പോയി അവസാനം കാണുന്ന അറ്റത്തു ചെന്ന് വലത്തേക്ക് വളഞ്ഞ് ദൂരെ കാണുന്ന മലനിരകളുടെ ഭാഗത്തു ചെന്ന് അവസാനിക്കും. അവിടെയാണ് നമ്മൾ കുട്ടവഞ്ചി മീൻപിടുത്തം കാണാൻ ഇന്ന് ഇറങ്ങുന്നത്. ഇത്രയും ദൂരം നമ്മൾ പിന്നിട്ടിരിക്കുന്നു. ജലാശയത്തിന്റെ മറുഭാഗം അണക്കെട്ട് ഇങ്ങനെയാണ്. ഒരു മൺചിറയാണെന്ന് പറയാം. താഴെ കാണുന്ന മരക്കാടുകൾ മാമ്പഴത്തോട്ടങ്ങളാണ്. ഏറ്റവും താഴെ ഭാഗത്തുള്ള ചെരുവിൽ കല്ലുകൾ പാകിയിരിക്കുന്നു. സ്നോ പാർക്കാണ് താഴെ കാണുന്നത്. ഇതിലെ നേരെ അങ്ങോട്ട് എൻട്രൻസ് ഇല്ല. താഴെ ഇറങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. വീണ്ടും നമ്മൾ തിരികെ അണക്കെട്ടിന് താഴെ എത്തി. ഇങ്ങനെ ഒരാൾ ഇവിടെ ഡാമിന് കാവൽ നിൽപ്പുണ്ട്. നമ്മൾ വീണ്ടും പാർക്കിലൂടെ നടക്കുകയാണ്. പൂച്ചെടികളും മരങ്ങളും ശില്പങ്ങളും ഫൗണ്ടനുകളും ഒക്കെയായി സമ്പന്നമാണ് ഗാർഡൻ. മെയിന്റനൻസ് പണികൾ നടക്കുന്നതിനാൽ ഫൗണ്ടനുകളും മറ്റ് ജലവിനോദ സംവിധാനങ്ങളും ഓഫാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ചെറിയൊരു മഴ പെയ്ത് തോർന്നിരിക്കുന്നു. കുട്ടികൾക്ക് ഓടിക്കളിക്കുവാൻ പറ്റിയ മൈതാനങ്ങൾ. കിളികളുടെ ശബ്ദമാണെന്നും. 2 കങ്കാരു ചേട്ടന്മാർ അകമ്പടി നിൽക്കുന്ന വലിയൊരു ലൈറ്റ് ഹൗസ് ഉണ്ട് ഇവിടെ. ഒരു ഫൗണ്ടനാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് രണ്ടാമത്തെ പാർക്ക് ആരംഭിക്കുന്നത്. ഇവിടെ ഒരാൾക്ക് 5 രൂപ ടിക്കറ്റ് എടുക്കണം. ഭൂമിക്ക് ചുറ്റും നിരവധി ഫൗണ്ടനുകൾ. കൊച്ചു കുട്ടികൾക്കുള്ള റൈഡുകൾ ഇവിടെ കൂടുതലുണ്ട്. ചെറിയൊരു വെയിൽ തെളിഞ്ഞു. നമ്മുടെ സംസ്ഥാനങ്ങളിലെ മലനിരകളും പുഴകളും തടാകങ്ങളുമൊക്കെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. ശ്രീലങ്കയുമുണ്ട്. ഇന്ത്യയിലെ പശ്ചിമഘട്ട മലനിരകൾ മുഴുവൻ കാണാം. വിശദ വിവരങ്ങൾ ബോർഡിൽ കൊടുത്തിട്ടുമുണ്ട്. അതാണ് മുൻപ് കണ്ട മഞ്ഞുമലകൾ. പിന്നിലായി ഡാമിന്റെ ഭാഗങ്ങളും കാണാം. ഇവിടെയും കുട്ടികൾക്കുള്ള കുറെ റൈഡുകളുണ്ട്. ഇതാണ് മഞ്ഞുമല. മേഘമലയിലെ കുന്നിൻപുറങ്ങളും സുരുളിപ്പെട്ടിയും മുല്ലപ്പെരിയാർ ഡാമും മുതൽ വൈഗ നദിയിലേക്ക് വെള്ളമൊഴുകി എത്തുന്ന എല്ലാ സ്രോതസ്സുകളും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. ലോവർ ക്യാമ്പ് മുതൽ വീരപാണ്ടി തേനി വഴി വൈഗ നദി ഒഴുകി വന്ന് വൈഗ ഡാമിൽ എത്തുന്നതുവരെ ഇവിടെ കാണാം. തമിഴ്നാടിന്റെ ജലലഭ്യതയുടെ ഒരു സ്ട്രക്ചർ ഇവിടെ നിന്ന് മനസ്സിലാകും. വളരെ മനോഹരവും വിവരദായകവുമായിട്ടാണിത് നിർമ്മിച്ചിരിക്കുന്നത്. പാർക്കിന്റെ ഒരു അരികിലായി വൈഗ ഡാമിന്റെ ഒരു മിനിയേച്ചറും കാണാം. വീണ്ടും നമ്മൾ പാർക്കിന്റെ മറ്റൊരു ഭാഗത്തേക്ക്. മലയാളികളോട് ഏറെ താല്പര്യമുള്ള കുറെ പെൺകുട്ടികളെ കണ്ടു. എല്ലാ മലയാളികളെയും അവരുടെ അന്വേഷണങ്ങൾ അറിയിക്കുകയും ചെയ്തു. നമ്മൾ അങ്ങനെ 3ാമത്തെ പാർക്കിലെത്തി. ഇത് ഡാം സ്പിൽവേകളുടെ നേരെ എതിർവശത്താണ്. വളരെ വിപുലമായ ഒരു റെയിൽ സംവിധാനം ഇവിടെയുണ്ട്. ഇതൊരു മ്യൂസിക്കൽ ഫൗണ്ടനാണ്. ശനി ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഫൗണ്ടൻ ഫ്യൂഷനാണ്. ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെ വരുന്നവർ ഇത് മിസ്സാക്കരുത്. ഇതും മറ്റൊരു വലിയ ഫൗണ്ടനാണ്. ഈ പൂളിൽ പെഡൽ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്. വിശാലമായ തടാകത്തിൽ വെള്ളം നിറച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ തൽക്കാലം ഡാമിലെ പാർക്കിനോട് വിട പറയുകയാണ്. ഇനി കുട്ടവഞ്ചി കേന്ദ്രത്തിലേക്ക് പോകണം. ഇത് വൈഗ ഡാമിൽ നിന്ന് കാണാവിളക്ക് എന്ന സ്ഥലത്തേക്ക് വരുന്ന വഴിക്കാണ്. ആണ്ടിപ്പെട്ടിക്കും തേനിക്കും മധ്യേയുള്ള ചെറിയൊരു പട്ടണമാണ് കാണാവിളക്ക്. നമ്മൾ അങ്ങനെ ബൈക്കിൽ കുട്ടവഞ്ചി കേന്ദ്രത്തിലേക്ക്. വൈഗ ഡാമിൽ മത്സ്യബന്ധനത്തിലുള്ള അവകാശം കോൺട്രാക്ട് നൽകിയിരിക്കുന്നതാണ്. അവർക്ക് മാത്രമേ ഈ ഭാഗത്തേക്ക് പ്രവേശനമുള്ളൂ. ഇതും നമ്മൾ പ്രത്യേക അനുവാദം വാങ്ങിയാണ് പോകുന്നത്. ഇതൊക്കെ വൈഗ ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയാണ്. എത്ര മനോഹരമായ കാഴ്ചയാണ്.
കരിമ്പനകൾക്കപ്പുറം വിശാലമായ തടാകം, അതിനുമപ്പുറം മേഘങ്ങളിൽ അവസാനിക്കുന്ന നീലമലകൾ. മീൻപിടുത്തക്കാരുടെ ഷെൽട്ടറാണ്. അണക്കെട്ടിന്റെ അറ്റത്ത് ചെറിയൊരു സ്പിൽവേ കാണാം. നമ്മൾ അങ്ങനെ തടാകക്കരയിലെത്തിയിരിക്കുന്നു. ഇവിടെ നിന്ന് ആരംഭിക്കുന്ന അണക്കെട്ട് 3.5 കിലോമീറ്ററിലധികം വളഞ്ഞ് നീണ്ടുപോകും. ഇതിന്റെ മറ്റേ അറ്റത്താണ് ആദ്യ എപ്പിസോഡിൽ നമ്മൾ എത്തിയത്. ഭയങ്കര കാറ്റാണ് ഇവിടെ. മരങ്ങളൊക്കെ കുറവായതിനാൽ നമ്മളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. അധികം ആഴമില്ലാത്ത നിരന്ന പ്രദേശമാണിവിടം. വെള്ളമില്ലാത്തപ്പോൾ മണൽ നിറഞ്ഞ ചെറിയ കുന്നും കുഴികളും ഒക്കെയായി കാണപ്പെടും. ആ കാഴ്ചയും രസകരമാണ്. ഇന്നത്തെ മീൻപിടുത്തം അവസാനിപ്പിച്ച് അവർ മടങ്ങാൻ ഒരുങ്ങുകയാണ്. വലിയ ഫൈബർ കുട്ടവഞ്ചികളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. തമിഴിൽ പെരിസൽ എന്ന് പറയും. മറ്റൊരു ഭാഗത്ത് ആട്ടിൻപറ്റങ്ങളും കന്നുകാലികളുമൊക്കെ കുടമണികൾ കിലുക്കി മേഞ്ഞു നടക്കുന്നു. ഡാമിന്റെ അറ്റത്തെ സ്പിൽവേ കാണാം. വളരെ വിസ്തൃതവും മനോഹരവുമായ വൈഗ തടാക കരയിൽ നിന്ന് അങ്ങനെ നമ്മൾ മടങ്ങുകയാണ് അടുത്തൊരു തമിഴ്നാടൻ കാഴ്ചയിലേക്ക്. അത് അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.